പ്രശാന്ത് സർ, ബി ജെ പിയുടെ നേതാക്കന്മാരെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ബി ജെ പിയുടെ നേതാക്കന്മാരെ പുറത്താക്കാൻ, അതായത് അതിന് നേതൃത്വം കൊടുത്തത് RSS തന്നെയാണ് എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. വളരെ നിർണായകമായി, അതായത് വരുന്ന പല തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി പ്രവർത്തിക്കാത്ത, ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് കൂറ് കാണിക്കാത്ത എത്ര വലിയ നേതാവായാലും എടുത്ത് പുറത്തു കളയുമെന്നുള്ള സൂചന RSS നൽകിയിരിക്കുന്നു എന്ന് വേണമോ നമ്മൾ ഇതിലൂടെ കരുതാൻ? ആ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് കാര്യങ്ങൾ? അല്ല, ആ രീതിയിൽ തന്നെയാണ് നമുക്കതിനെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത് തെളിയിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെയൊക്കെ ഏറ്റവും അവസാനം ഡൽഹി തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ഹരിയാന, മഹാരാഷ്ട്ര. അപ്പൊ ഈ ഹരിയാനയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ക്രിട്ടിക്കൽ സമയത്ത് പോലും ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ അവിടെ ഈ പറയുന്ന വിമത സ്വരം ഉയർത്തിയവരെ പുറത്താക്കിയിട്ട് തന്നെയാണ് പോയത്. കാരണം തെരഞ്ഞെടുപ്പിന് ഒരു ആഴ്ച മുമ്പ് നേതാക്കന്മാരെ പുറത്താക്കുന്നത് നമ്മൾ അന്ന് കണ്ടതാണ്. എന്നിട്ട് പോലും അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഡൽഹിയില് ഈ വിമതസ്വരം ഉയർത്തിയവരെ മൊത്തം അവർ കൈകാര്യം ചെയ്തു. മഹാരാഷ്ട്രയിൽ വിമതസ്വരം ഉയർത്തിയവരെ മൊത്തം കൈകാര്യം ചെയ്തു. ഇതിന് മടിച്ചു നിൽക്കാതെ പോവുകയും അവരല്ല ഈ പാർട്ടി എന്ന് തെളിയിക്കാൻ കഴിയുന്ന കഴിവുള്ള സംവിധാനമായിട്ട് BJP, അത് RSS ആണ് ആ സംവിധാനത്തിനകത്ത് ബലത്തെ നിൽക്കുന്നത്. അപ്പൊ അവര് ആ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഹരിയാനയിൽ നമ്മൾ വിചാരിക്കേണ്ടത് പറഞ്ഞാൽ ഹരിയാന വിഷയം വന്നു, അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ള നേതാവിനെയല്ലേ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേറെ നേതാവിനെ അങ്ങോട്ട് വെക്കാൻ പറയാം മുഖ്യമന്ത്രിയായിട്ട്. എന്നിട്ട് അവസാനം ഇലക്ഷനെ നേരിട്ടപ്പോൾ ഇവിടുത്തെ മാധ്യമം ഉൾപ്പെടെ മൊത്തം ജനം നമ്മൾ പറയുമ്പം ഹരിയാനയിലെ വിഷയം പറയുമ്പോൾ പ്രാർത്ഥന ആലോചിക്കേണ്ട കർഷക സമരം അവിടുന്ന് ഉണ്ടായത്. ഈ പറയുന്ന അഗ്നിവീർ സമരം, ഗുസ്തിതാരങ്ങളുടെ സമരം, അതായത് BJPക്കെതിരെ ഇന്ത്യയിലെ വലിച്ചഴക്കപ്പെട്ട BJPയെ മോശമാക്കാൻ ഉപയോഗിച്ച എല്ലാ സമരങ്ങളുടെ ഉറവിടം ഹരിയാനയിലായിരുന്നു. അവിടെ മൂന്നാമത്തെ തവണ പിടിച്ചു കയറ്റിക്കൊണ്ടുവന്നു. ഡൽഹിയിൽ 50 കൊല്ലത്തേക്ക് ഇങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അതിനകത്ത് കാര്യമുണ്ട്. അതുപോലെ ആൾക്കാരുടെ ഇടയിൽ ഈ വോളണ്ടിയേഴ്സുമാരെ ഇട്ട് പ്രചരണം നടത്തി സാധാരണക്കാരന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെ പ്രാപ്തമാക്കി വോട്ടാക്കി നിർത്തിയിരുന്ന കെജ്രിവാൾ 50 കൊല്ലത്തേക്ക് സ്വപ്നം കാണണ്ടെന്ന് വെല്ലുവിളിച്ചെടുത്ത് അവന്റെ അടിവേരർത്തോണ്ട് പോയില്ലേ. ആരിറങ്ങിയപ്പോഴാ? BJPക്ക് അത് RSS ഇറങ്ങിയപ്പോഴാണ് സംഭവിച്ചത്. അതിന് തർക്കമൊന്നുമില്ല ആ കാര്യത്തിന്. അത് TG അല്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തൊന്നുമില്ല. മഹാരാഷ്ട്രയിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അതേ രീതിയിലേക്ക് മുന്നോട്ട് പോകണം. ഇതിനകത്ത് ഒരു ഇളച്ചിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ, BJPക്കകത്ത് നേതാക്കന്മാർ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്വഭാവത്തിലും സീറ്റ് വിഭജനത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ വന്നപ്പോഴാണ് 2024 പലയിടത്തും BJPക്ക് വേണ്ടതുപോലെ ജയിക്കാൻ പറ്റാൻ, എനിക്ക് പറ്റാത്തതുകൊണ്ട് മറ്റവൻ ജയിക്കേണ്ടെന്ന് തീരുമാനിച്ച് പല സംസ്ഥാനങ്ങളിലും BJPക്കാർ തോക്കുന്ന ഒരവസ്ഥ. ഇവരെ BJPയുടെ ഡയറക്ഷനകത്ത് RSSന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനകത്ത് ഒരു വ്യത്യാസം വരുത്തിയപ്പോൾ RSS ഒന്ന് പുറകോട്ട് മാറി നിന്ന് കൊടുത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് 2024 ഈ BJPക്ക് ക്ഷീണം സംഭവിച്ചത്. BJP വിചാരിച്ചു ഇത് തന്നെത്താനെ ഉണ്ടായി വരുന്നതാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാരൻ വിചാരിക്കുന്നില്ല, അല്ല, ഇത് പണിയെടുത്ത് വന്നതാ. ഇനിയിപ്പോൾ ഓരോ ദിവസവും പണിയെടുക്കുക, ഓരോ ദിവസവും പണിയെടുക്കുന്നതിന് ഫലമാണ് വരുന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ 2024 ശേഷം BJPക്കകത്ത് BJP RSSന് പൂർണ്ണമായിട്ട് അതിന്റെ നിയന്ത്രണം കൊടുത്തു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫലം കണ്ടില്ലേ, എവിടെ നെഗറ്റീവ് റിസൾട്ട്, മൊത്തം പോസിറ്റീവ് റിസൾട്ട് അല്ലേ. ആൾക്കാർ അതിശയത്തോടു കൂടി നോക്കുകയല്ലേ. അപ്പൊ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പ് അവിടെ നിന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെ 76 പേരെ അങ്ങ് പുറത്താക്കിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം അതിനകത്ത് മുനിസിപ്പൽ നേതാക്കന്മാരെ, ജില്ലാ നേതാക്കന്മാരെ, ഏതാണ്ട് സംസ്ഥാന നേതാക്കന്മാർ വരെയുണ്ട്. 6 കൊല്ലത്തേക്ക് പുറത്താക്കുന്ന ഒരവസ്ഥ. ഇത് കേരളത്തിലും വരണം വാർത്ത. ബാക്കിയുള്ളിടത്തെല്ലാം അതിന്റെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിലും വരണം. കേരളത്തിൽ ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കുകയാണല്ലോ, ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് അവരുടെ അകത്ത് കേഡർ സംവിധാനമുള്ള പാർട്ടി ഏതാണ്ട് 22,000 ബൂത്ത് കമ്മിറ്റികളുണ്ട്. അപ്പൊ അതിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തി, അത് ജില്ലാ തെരഞ്ഞെടുപ്പ് വരെ നടത്തി. സംസ്ഥാന ഭാരവാഹികളുള്ളൂ തീരുമാനിക്കാൻ. പക്ഷെ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ആളിനെ കൂട്ടാനും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില സമ്പത്ത് വന്നപ്പോഴും അല്ലെങ്കിൽ പ്രഭാവം വന്നപ്പോൾ കൂടാൻ വന്നവരെയൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇവന് പാർട്ടി പണി ചെയ്യുന്നുണ്ടോ, പാർട്ടിക്കകത്ത് വേറെ പാർട്ടിക്ക് കുഴപ്പം വരുന്ന പണി ചെയ്യുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നോക്കി പാർട്ടിക്കകത്ത് കൊള്ളാവുന്നതിനെ നിർത്തി പാർട്ടി താഴെത്തട്ടിലേക്ക് പോയി BJPയും RSSും യോജിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ 2026 ഈ പറയുന്നത് പോലെ എല്ലാ ആൾക്കാരുടെ ഇടയിലേക്കും BJPയുടെ ആൾക്കാർ, RSSന്റെ ആൾക്കാർ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോകുന്ന ഒരു അവസ്ഥ വന്നാൽ BJPക്ക് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാവും. അല്ലാതെ മൈക്കിന്റെ മുമ്പിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന രാഷ്ട്രീയം ഒന്നും ആയിട്ട് കാര്യമില്ല. അത് അവർക്ക് നേട്ടം ഉണ്ടാക്കത്തേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ സുരേഷ് ഗോപി കളിച്ച രാഷ്ട്രീയം ജനങ്ങൾക്കിടയിലേക്ക് ഇഴുകി ഇറങ്ങിയാൽ
അവരാരെ നോക്കത്തില്ല. ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവൻ BJP ആണോ, RSS ആണോ, കോൺഗ്രസ് ആണോ, മാർക്സിസ്റ്റ് ആണോ, SDP ആണോ നോക്കത്തില്ല. ഞങ്ങളുടെ ഭാഗം, ഞങ്ങളെ കൂടെ നിർത്തുന്നു, ഞങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടുന്നു. ആ രീതിയിലാണ് നമ്മൾ ഈ ജനപ്രതിനിധികളെ ഇപ്പൊ കാണുന്ന ഒരവസ്ഥ ഈ ജനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അത് BJP പഠിക്കണം. അധികാര സ്ഥാനങ്ങളിൽ വരണം, BJP രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് കേരളത്തിൽ BJPക്ക് അകത്തുള്ളതെങ്കിൽ ഈ രീതിയിൽ പോകും. അല്ല, കുഴപ്പമില്ല, BJP ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇതിനകത്ത് നിന്നാൽ നമുക്കത്രയും ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കും, എല്ലായിടത്തും സീറ്റ് കിട്ടും, എല്ലാരും കല്യാണത്തിന് വിളിക്കും, എല്ലാരും കൊലവിളിക്ക് വിളിക്കും, എല്ലാവരുടെ അടുത്തും ചെല്ലുമ്പോൾ ഒരു വിലയും അംഗീകാരം ഒക്കെ കിട്ടും, അതുകൊണ്ട് ഇത് മതി, ഇത് കൂടുതൽ അങ്ങ് വളർത്തിയാ എന്റെ കയ്യിൽ നിന്ന് സാധനം പോകുമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. 2026 അധികാരത്തിൽ വരാൻ വേണ്ടി പ്രാപ്തമാക്കി എടുക്കുന്ന ഒരു സംവിധാനവും ഒരു യോജിപ്പും ഒരു കൂട്ടായ്മയും ഒക്കെ ഉണ്ടായാൽ കേരളത്തിലും BJPക്ക് ഈ പറയുന്നത് പോലെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും. പക്ഷേ കേരളത്തിൽ അങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കുമെന്ന് അങ്ങ് പറയുമ്പോഴും കേരളത്തിലെ ഒരു നേതാക്കന്മാരെ, കേരളത്തിലെ BJPയെയും കേരളത്തിലെ RSSനെയും തന്നെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കാണണമെന്നാണ് പല ആളുകളും പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല, പല ആളുകളുടെയും ഈ പറയുന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഈ കേരളത്തിന് പുറത്ത് ഒരു RSSും BJPയും കേരളത്തിനുള്ളിൽ മറ്റൊരു RSSും BJPയുമാണ് എന്നാണ് സംസാരം വരുന്നത്. കാരണം ഈ പറയുന്നത് പോലെ അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാനോ ജനങ്ങളുമായിട്ട് ഇടപഴകാനോ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പാർട്ടിയെ വളർത്താനോ തനിക്ക് മേലെ പാർട്ടിയാണുള്ളതെന്നും പാർട്ടിക്ക് മേലെ താനല്ലെന്നുമുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ആവശ്യമായ നേതാക്കന്മാർ ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഉള്ളത് ആകട്ടെ ഈ ഗ്രൂപ്പുകളുടെ അങ്ങേയറ്റമാണ് എന്നുള്ളതുമാണ് ഉയർന്നു വരുന്ന വിമർശനം. അപ്പോൾ ഇവിടെ മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്താണ് എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം ഈ ഒരു നേതാക്കന്മാരെയൊക്കെ പുറത്തായി കഴിഞ്ഞാലും വേറൊരു ആളുകളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല. നല്ല നല്ല നേതാക്കന്മാരെ ഇവർ പുറകോട്ടാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലൊരു സംഘടനാ സംവിധാനത്തെ ഉടച്ചു വാർക്കുക എന്നത് ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണോ? അല്ല, അതിനകത്ത് അത് ഇപ്പൊ RSS ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് കേരളത്തിൽ RSS എല്ലാം പുറകോട്ട് മാറി. കാരണം അവർക്ക് ആക്ഷേപത്തിനകത്ത് താല്പര്യമില്ല. യഥാർത്ഥ RSS എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവൃത്തിയേ ഉള്ളൂ, അതിനകത്ത് പ്രതിഫലം ഉണ്ടായിക്കോളൂ. അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദേശീയതയ്ക്ക് വേണ്ടിയും ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, അതിനകത്ത് അവർ വ്യക്തിപരമായിട്ട് പ്രതിഫലം ഉദ്ദേശിക്കുന്നവരല്ല. അങ്ങനെ ഉദ്ദേശിക്കാതെ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ പുറത്ത് ആരോപണം വരുന്ന ഒരവസ്ഥ വരുമ്പോൾ അവർ ആ പ്രവർത്തനത്തിനകത്ത് വരും. മാത്രമല്ല ഇവിടുത്തെ BJP, ഞാൻ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, ഞാൻ വ്യക്തത വരുത്തി പറയേണ്ടത്, ഇവിടുത്തെ BJPക്ക് RSSനെ അടുപ്പിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന കുമ്മൻ രാജശേഖരനെ വളരെ കൃത്യമായിട്ട് നിലനിർത്തിപ്പോയി. കാരണം RSSനെ അടുപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാതെ പോകും. വളരെ കൃത്യമായിട്ട് വാർത്ത ചോദിച്ചതുപോലെ പറയും. ഇതിനകത്ത് അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരാ ആരൊക്കെയെന്ന് തന്നെ അറിയത്തില്ല, വളരെ കൂടുതലായിട്ടുണ്ട്, താഴെത്തട്ടോട്ട് മേളേറ്റം വരെയുണ്ട്. അപ്പൊ അവർക്ക് നിലനിൽക്കണമെങ്കിൽ RSS ഇതുപോലെ നിസ്വാർത്ഥ സേവനമായിട്ട് നിൽക്കുന്ന യഥാർത്ഥ RSSകാരുടെ കൂടെ വന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ RSSും ഗോഷ്ഠിയുണ്ട്, യഥാർത്ഥ RSSനെ അല്ല കാണുന്നത്. ഇവിടുത്തെ RSS എന്ന് പറയാൻ നിൽക്കുന്നവരെ പറ്റി ഇപ്പൊ കേരളത്തിൽ ആക്ഷേപമുണ്ട്, BJPക്ക് പുറത്തു വരുന്ന ആക്ഷേപം പോലെ ആക്ഷേപമുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പറയുന്ന പാർട്ടി സംവിധാനം രക്ഷപ്പെടണമെങ്കിൽ, ഈ പറയുന്ന പോലെ അധികാര സ്ഥാനങ്ങളിൽ വരണമെങ്കിൽ, പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ, സ്വന്തം ഈ നിൽക്കുന്നവൻ രക്ഷപ്പെടണമെങ്കിലല്ല, പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ പാർട്ടിനെ ചോദിച്ചാൽ ഉടച്ചു വാർക്കൽ ഉണ്ടാവണം. കാരണം വേറെ എങ്ങൊന്നും കൊണ്ടുവരണ്ട. ഇതിനകത്ത് നിൽപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു നിൽപ്പുണ്ട്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ തിരിച്ചു വരാമെങ്കിൽ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് തൊട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. ഇതിനകത്ത് ആള് കൂടുന്ന ഒരു സമയം വന്നു. കാരണം സമ്പന്നമായപ്പോൾ ആള് കൂടുന്ന സമയം വന്നോ, കേറിയവരാണ് ഇപ്പൊ നയിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ആ സമയത്ത് വണ്ടിയെ കയറിയ ഫുട്ബോളെ കയറിയവനാണ് ഇപ്പൊ നയിച്ചോണ്ട് പോകുന്നത്. നേരത്തെ ഈ വണ്ടിക്കകത്ത് ആളില്ലാത്ത സമയത്ത് ഓടിച്ചവന്മാരുണ്ട്. അവരെ നിർത്താൻ വീണ്ടും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഞാനീ പറഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ രീതിയിൽ പാർട്ടി രക്ഷണമെന്ന് വിചാരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തോടു കൂടി വരികയും RSSനെ അതിന്റെ കൂടെ നിർത്തി പ്രയോജനപ്പെടുത്തി പോവുകയും ഒക്കെ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സാധിക്കും. ഇവർ ഈ പറയുന്ന പ്രചരണമൊന്നും ഇവിടെ നടക്കത്തില്ല. BJP വർഗീയ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആണെന്നോ എന്ന് പറയുന്നതൊന്നും കേരളത്തിലൊന്നും പഴയതുപോലെ നടക്കത്തില്ല. ഇന്ത്യയിലുടനീളം അത് പാളിപ്പോയതുപോലെ കേരളത്തിലും പാളിപ്പോവും. ഇവിടെ അധികാരത്തിൽ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കുഴപ്പം താമസിക്കുന്നുണ്ടെങ്കിൽ അത് BJP ഘടകത്തിന്റെ നേതാക്കന്മാരുടെയും കുഴപ്പമാണ്. യഥാർത്ഥ BJPയും യഥാർത്ഥ RSSും ഒന്നിച്ച് ഒരു തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോയാൽ പിടിക്കാൻ പറ്റുന്ന കേരളമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ വാർത്ത എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.
തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി പണിയെടുത്താൽ കിട്ടാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ നേതാക്കന്മാർക്കും ആ ഒരു രീതിയിലോട്ട് പോകാൻ കഴിയട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പോവട്ടെ. എന്നാൽ ബി ജെ പിക്കും അവരുടെ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ബി ജെ പി ഒരു ആൾട്ടർനേറ്റീവായിട്ട് കാണുന്ന ആളുകൾക്കുമൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകും. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി കേന്ദ്ര ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുന്നത് പോലെ കേരളത്തിൻ്റെ ഭാവിയും സുരക്ഷിതമാവും എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.